സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ 100 പേര് ജോയിൻ ചെയ്യുമ്പോഴും അതിൽ ഒരാളെ വിജയിയായി സെലക്ട് ചെയ്ത് അദ്ദേഹത്തിന് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തേക്ക് ഫ്രീ മെമ്പർഷിപ്പ് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുക. ഇന്ന് 2023 മെയ് 8 ഒരു തിങ്കളാഴ്ച, ഒരു ആഴ്ചയുടെ തുടക്കമാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് നന്നായിട്ട് അതായത് HDFC ട്വിൻസിൻ്റെ വാർത്തകളും അതിൻ്റെ മെർജിങ്ങുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ വലിയൊരു ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ പോയതിനേക്കാൾ വേഗത്തിൽ നിഫ്റ്റി ഇന്ന് തിരിച്ചു കയറുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,069 നിന്നും 52 പോയിന്റ് ഗ്യാപ്പോട് കൂടി 18,120 ഇന്ന് ആരംഭിച്ചത്. 18,286 ഡേ ഹൈയും 18,100 ഡേ ലോയും വന്നത് വഴി 186.65 പോയിന്റിന് അഥവാ 1.03% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18,120 നിന്ന് 143 പോയിന്റിന്റെ ഇൻട്രാഡേ പ്രോഫിറ്റ് നേടിക്കൊണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് 18,264 അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഡാറ്റയായി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി 195 പോയിന്റിന്റെ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 61,054 നിന്ന് 112 പോയിന്റ് ഗ്യാപ്പോട് കൂടി 61,166 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 61,854 ഡേ ലോ 61,166 വന്നത് വഴി 688 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് അഥവാ 1.12% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 61,166 നിന്നും 598 പോയിന്റിന്റെ ഇൻട്രാഡേ പ്രോഫിറ്റോടുകൂടി 61,764 സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലെ അവസാനിച്ച ഡാറ്റയുമായി കമ്പയർ ചെയ്യുമ്പോൾ സെൻസെക്സ് ഇന്നത്തേക്ക് 710 പോയിന്റിന്റെ ലാഭമാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് 12.3 ഡേ ഹൈ 12.91 ഡേ ലോ 11.72 വന്നത് വഴി 2.76% വൊളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട് 12.64 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 42,661 നിന്നും 136 പോയിന്റ് ഗ്യാപ്പോട് കൂടി 42,796 ഇന്ന് ആരംഭിച്ചത്. 43,418 ഡേ ഹൈയും 42,780 ഡേ ലോയും വന്നത് വഴി 638 പോയിന്റിന്റെ അഥവാ 1.49% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 42,796 നിന്നും 487 പോയിന്റ് ഇൻട്രാഡേ ലാഭത്തോടു കൂടി 43,284 ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 623 പോയിന്റിന്റെ ലാഭമാണ് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുമ്പോഴേക്കും ബാങ്ക് നിഫ്റ്റി നേടിയെടുത്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,023 നിന്നും 56 പോയിന്റ് ഗ്യാപ്പോട് കൂടി 19,079 ഇന്ന് ആരംഭിച്ചത്. 19,353 ഡേ ഹൈയും 19,055 ഡേ ലോയും വന്നത് വഴി 297 പോയിന്റിന്റെ അഥവാ 1.56% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. 19,079 ഡേ ഇന്ന് ഓപ്പണായ 19,079 നിന്നും 224 പോയിന്റ് ഇൻട്രാഡേ ലാഭത്തോടു കൂടി 19,303 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തേതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലെ അവസാനിച്ച സ്ഥലത്ത് നിന്നും 280 പോയിന്റിന്റെ ലാഭമാണ് ഫിൻ നിഫ്റ്റി നേടിയിരിക്കുന്നത്. നമ്മളിവിടെ പുതിയൊരു സെഗ്മെന്റ് ആഡ് ചെയ്യാണ്. BSE ബാങ്ക് എക്സ് ഒട്ടുമിക്ക ബ്രോക്കർമാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സെറോദയിൽ ഈ ഒരു സെഗ്മെന്റ് ആഡ് ചെയ്യും എന്ന അവരുടെ ഒരു മെസ്സേജ് കണ്ടിരുന്നു. തീർച്ചയായിട്ടും അത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ബാങ്ക് എക്സിൻ്റെ ഇൻഡെക്സ് അതിൻ്റെ മൂവ്മെൻ്റ് എല്ലാം തന്നെ മാർക്കറ്റ് ഡാറ്റ അവൈലബിൾ ആണ്, എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ട്രേഡ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ബ്രോക്കേഴ്സ് അതിൻ്റെ ഓപ്ഷൻസ് സപ്പോർട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ BSE ഓപ്ഷൻസ് എൻ്റെ അക്കൗണ്ടിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പക്ഷേ സരോദ എന്ന ബ്രോക്കർ ഇതുവരെയും BSE ഓപ്ഷൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. കാരണം അവർ പറയുന്ന കാരണം അതിനകത്ത് ലിക്വിഡിറ്റി ഇല്ല, ആരെങ്കിലും വാങ്ങാനും വിൽക്കാനും ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒത്തിരി പേര് ഇതിൻ്റെ BSE സെൻസെക്സിൻ്റെ ഒക്കെ എക്സ്പയറി മാറ്റിയതോടുകൂടി ഒത്തിരി പേര് അതിന് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുവഴി അവരുടെ ഒരു ഓപ്പൺ ഫോറത്തിലുള്ള ഒരു ഡിസ്കഷനിൽ അവരുടെ ഒരു പ്രതിനിധി ഇട്ട ഒരു മെസ്സേജാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ
ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 48,472 നിന്നും 82 പോയിന്റ് ഗ്യാപ്പോട് കൂടി 48,555 ഇന്ന് ആരംഭിച്ചത്. 49,323 ഡേ ഹൈയും 48,555 ഡേ ലോയും വന്നതുവഴി 768 പോയിന്റിന്റെ അഥവാ 1.58% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 48,555 നിന്നും 646 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് പ്രോഫിറ്റോടുകൂടി 49,201 ബാങ്ക് എക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലെ അവസാനിച്ച 48,472 നിന്നും 729 പോയിന്റിന്റെ ലാഭമാണ് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുമ്പോഴേക്കും സെൻസെക്സ് ബാങ്ക് എക്സ് കൈവരിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലിസ്റ്റിൽ നമുക്ക് നഷ്ടം വന്ന, അതായത് 2% കൂടുതൽ നഷ്ടം വന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ടാറ്റ മോട്ടോഴ്സ് ഇന്ന് അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. നല്ല റിസൾട്ട് ആയിരിക്കും എന്നൊരു ന്യൂസ് ഓൾറെഡി പുറത്തുണ്ട്. സോ അതുകൊണ്ട് ഇന്നത് 4.9 അതായത് 5% മൂവ്മെൻറ്റ് അത് കൈവരിച്ചിരുന്നു. അങ്ങനെ 500 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സ്, ശ്രീറാം ഫിനാൻസ്, ONGC, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ഹിൻഡാൽകോ, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻ സർവീസസ്, AU ബാങ്ക് ഇത്രയും കമ്പനികളാണ് ഇന്ന് 2% കൂടുതൽ ലാഭം നേടിയിരിക്കുന്നത്. ബജാജ് ഫിനാൻസ് 4.09%, ഇൻഡസ് ഇന്ത്യ ബാങ്ക് 5.12% പ്രോഫിറ്റ് നേടിയത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8,705 കോടിയുടെ ബൈയിങ്ങും 6,582 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,123 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നിന്ന് പ്രകടമായത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 6,253 കോടിയുടെ ബൈയിങ്ങും 6,007 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 246 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ന് മാർക്കറ്റിൽ നടത്തിയത്. രണ്ട് കൂട്ടരും, അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും ഇന്ന് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 2,369 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ നെറ്റ് ബൈയിങ് നടന്നത്. ബൈയിങ് എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല, പണം മാർക്കറ്റിലേക്ക് വന്ന നിക്ഷേപം വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ നാളെ റിസൾട്ട് വരാനുള്ള കമ്പനികൾ ഏതൊക്കെയെന്ന് നോക്കാം. ലൂപ്പിൻ, അൻമോൾ ഇന്ത്യ ലിമിറ്റഡ്, അപ്പോളോ ടയേഴ്സ്, ബിർള കോർപ്പറേഷൻ, ചാലറ്റ് ഹോട്ടൽസ്, ഡെൽഫി വേൾഡ് മണി ലിമിറ്റഡ്, 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് ലിമിറ്റഡ്, ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഗോദ്രേജ് അഗ്രോവെറ്റ് ലിമിറ്റഡ്, ഹാറ്റ്സൺ അഗ്രോ പ്രൊഡക്ട്സ് ലിമിറ്റഡ്, HFCL ലിമിറ്റഡ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്, KSB ലിമിറ്റഡ്, ലാറ്റന്റ് വ്യൂ അനലിറ്റിക്സ് ലിമിറ്റഡ്, മഗധ് ഷുഗർ ആൻഡ് എനർജി ലിമിറ്റഡ്, മനോരമ ഇൻഡസ്ട്രീസ്, matrimony.com, നിസാര ടെക്നോളജീസ്, നുവോക്കോ വിസ്താസ് കോർപ്പറേഷൻ, റെയിൻ ഇൻഡസ്ട്രീസ്, റെയ്മണ്ട് ലിമിറ്റഡ്, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ശാന്തി ഗിയേഴ്സ് ലിമിറ്റഡ്, SRF ലിമിറ്റഡ്, അഗ്രിടെക് ഇന്ത്യ ലിമിറ്റഡ് ഇത്രയും കമ്പനികളാണ് നാളെ അവരുടെ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 4,136 രൂപയുടെ ലാഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെയായിട്ട് ഈ മാസത്തിൽ മെയ് മാസത്തിൽ 43 ട്രേഡുകളിൽ നിന്നും 94,864 രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4.13% ആണ്. ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലെവൽസിൻ്റെ ആക്യുറസി വളരെ കൂടുതലാണ്. നമുക്ക് ശ്രദ്ധിച്ചറിയാം, നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് നോ ട്രേഡ് സോണിലാണ്. നോ ട്രേഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെയും ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെയും ഇടയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ നോ ട്രേഡ് സോൺ എന്ന് പറയുന്നത്. അതായത് 18,125-ൻ്റെയും 18,104-ൻ്റെയും ഇടയിൽ വരുന്ന ആ ഭാഗത്താണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഉടനെ തന്നെ അത് 18,125 അഥവാ ബ്രേക്ക്ഔട്ട് ലൈനെ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ കോൾ പൊസിഷൻ എടുത്തവർക്ക് സ്ട്രൈറ്റ് അവേ ടാർഗറ്റ് 1ഉം 2ഉം കൃത്യമായിട്ടും അത് കൊടുത്തിട്ടുണ്ട്. 270-ൽ നിന്നും 125, അപ്പോൾ 145 പോയിന്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് ഇവിടെ ഡയറക്റ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടാകും. അതായത് റാസ് ലെവൽസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഇവിടെ ആകെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുള്ള യെസ്റ്റർഡേ ഹൈ ടച്ച് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നിരുന്നു. പിന്നീട് അത് പൂർവാധികം ശക്തിയോടെ അത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് റാസ് ലെവൽസ്, ഈ റാസ് ലെവൽസിൻ്റെ ആക്യുറസി നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അത് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് നോക്കൂ. ഓരോ ഇത് മാർക്കറ്റ് പോയി നിന്നിരിക്കുന്ന സ്ഥലം ശ്രദ്ധിച്ചറിയാം, വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഇത് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത്. സോ പരമാവധി നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് R1 അഥവാ 42,799 ഓപ്പൺ ആയത്. അവിടെ നിന്നും ബ്രേക്ക്ഔട്ട് ലെവൽ കട്ട് ചെയ്യുമ്പോൾ ഇത് വളരെ സൂപ്പർ എൻട്രിയാണ് ബ്രേക്ക്ഔട്ട് ലെവൽ. കാരണം ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉള്ള
9:20 ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിനെല്ലാം തന്നെ ആ ഒരു നല്ല സമയം കിട്ടിയിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്കൗട്ട് ലെവൽ 43,009 എന്ന ലെവൽ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു കോൾ പൊസിഷൻ എടുത്തവർക്ക് 43,172 ഫസ്റ്റ് ടാർഗറ്റും 43,334 സെക്കൻഡ് ടാർഗറ്റും കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ 325 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ സുഗമമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ മാർക്കറ്റ് അവസരം നൽകിയിട്ടുണ്ട്. ഇനി ഫിൻനിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻനിഫ്റ്റി ഇന്ന് ബ്രേക്കൗട്ട് ലെവലിൻ്റെ താഴെ ഓപ്പൺ ആയിട്ട് ബ്രേക്കൗട്ട് ലൈൻ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറിയിട്ട് R1 അഥവാ 19,230 കട്ട് ചെയ്തിട്ട് 19,338 വരെയും ഏകദേശം 180 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൃത്യമായും ക്യാപ്ചർ ചെയ്യാൻ ട്രേഡേഴ്സിന് ഇന്ന് അവസരം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആക്യുറസി എത്ര കറക്റ്റായിട്ടാണ് ഇത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത് നോക്കുക. ഇത് ഇവിടെ വന്നിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത ഈ റാസ് ലെവൽസിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒരു ലെവലിൽ ടാർഗറ്റ് ആണെങ്കിൽ അവിടെ ടാർഗറ്റ് ആൾക്കാർക്ക് ട്രേഡേഴ്സിന് എക്സിറ്റ് ആവാൻ വേണ്ട അത്രയും ടൈം അതവിടെ കൊടുക്കും എന്നുള്ളതാണ്. ഇവിടെ ഏത് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു 5 മിനിറ്റ് ടൈമിൽ ആ ഒരേ പ്രൈസ് അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് താഴോട്ടിറങ്ങി വന്നിട്ടുള്ളത്. സോ അതൊരു എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ടാർഗറ്റ് ഉണ്ടെങ്കിലും അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പലപ്പോഴും നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല, റാസ് ലെവൽസിൽ കൃത്യമായിട്ട് അത് അവിടെ ടൈം കൊടുക്കും. ബസ്സൊക്കെ നിർത്തി കൊടുക്കുന്ന പോലെ ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇറങ്ങി വീഴാതെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം റാസ് ലെവൽസ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓവറോൾ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് ഇവിടെ നാളത്തേക്കുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അതിൻ്റെ വീഴ്ചയെല്ലാം തന്നെ അതിൻ്റെ ഡാമേജ് എല്ലാം തന്നെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഹൈ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ നമുക്കൊരു ക്ലോസിങ് തന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇപ്പോൾ ഒരു ബുള്ളിഷ് മോഡിലേക്ക് വന്നു എന്ന് തന്നെ പറയാം. ഇത് ഈ ഒരു പാറ്റേൺ വേണമെങ്കിൽ നമുക്ക് ഇതൊരു നല്ലൊരു ബുള്ളിഷ് സിഗ്നലായിട്ട് ഈ ഒരു പാറ്റേണിനെ നമുക്ക് കണക്കൂട്ടാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് നാളെ ഈ രീതിയിൽ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കും എന്നാണ്. അതായത് 18,400 നാളെ ടച്ച് ചെയ്യാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നോക്കാം നമുക്ക് നാളെ എങ്ങനെ വരും എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ഇതായിരിക്കും സംഭവിക്കുക. ഇനി റെയർ കേസ് സിനാരിയോയിൽ ഇന്നത്തെ 18,234 എന്ന ആ സപ്പോർട്ട് ലൈൻ കട്ട് ചെയ്തിട്ട് ഒരു എൻഗൾഫിംഗ് റെഡ് ക്യാൻഡിൽ വരാൻ ഒരു 1% സാധ്യതയുണ്ട്. ഇൻ കേസ് പ്ലാൻ എ വർക്കൗട്ട് ആയില്ലെങ്കിൽ പ്ലാൻ ബി തീർച്ചയായിട്ടും വർക്കൗട്ട് ആകും എന്ന് പ്രതീക്ഷിക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും മറിച്ചെല്ലാ സംഭവങ്ങൾ ബാങ്ക് നിഫ്റ്റി പക്ഷേ അതിൻ്റെ റിക്കവറി പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല. സോ നാളെ മാർക്കറ്റ് ഇന്നത്തെ ഈ ഒരു ഹൈ അതെത്രയാണ്, അതായത് ഈ ഫോൾ സ്റ്റാർട്ട് ചെയ്ത ഹൈ 43,743 ആ 43,743 വരെ എത്തുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ജനറേറ്റ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നാളത്തോടുകൂടി റിക്കവറി കംപ്ലീറ്റ് ആവും. ഇനി മാർക്കറ്റ് ബുള്ളിഷായിട്ട് മുകളിലോട്ട് കയറിപ്പോവുകയും ചെയ്യും. ഇനി അഥവാ ഈ പ്ലാൻ എ വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇന്നത്തെ സപ്പോർട്ട് ലെവൽ 43,205 കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് ചെറിയൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊരു 1% സാധ്യതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഫിൻനിഫ്റ്റിയിലും റിക്കവറി കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ ഫിൻനിഫ്റ്റിയിൽ ഈ ഒരു റിക്കവറി, അതായത് മിനിഞ്ഞാന്ന് വന്ന ആ ഒരു ഹൈ വരെയും നാളെ ഒരു ക്യാൻഡിൽ കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യാൻഡിൽ വന്ന് 19,190 എന്നുള്ള ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് അവിടെ ചെറിയ എൻഗൾഫിംഗ് ആയിട്ട് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 19,160 എന്നുള്ള ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് 19,424 കട്ട് ചെയ്ത് മിനിഞ്ഞാന്നത്തെ ഹൈ ആയത് 19,500 ലെവൽ വരെയും കയറിപ്പോകുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നാളത്തേക്കുള്ള ഒരു ലെവൽസ് നോക്കുകയാണെങ്കിൽ നാളെ മാർക്കറ്റ് നിഫ്റ്റിയിൽ 18,200 മാർക്കറ്റിൻ്റെ മുകളിൽ ഒരു ക്രോസ് നാളെ ഓപ്പൺ ആവുന്നത് 18,200 മുകളിലാണെങ്കിൽ 18,200 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതാണെങ്കിൽ നാളെ മാർക്കറ്റ് മിക്കവാറും ഒരു അപ് ട്രെൻഡിലായിരിക്കും പോകാൻ സാധ്യതയുള്ളത്. 160 ലെവൽ, അതായത് ഇന്നത്തെ ഓപ്പണിങ്ങിൻ്റെ കുറച്ച് മുകളിലായിട്ട് ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ 160 ലെവലിലാണ് അതിൻ്റെ താഴോട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നാളെ മാർക്കറ്റിൽ ഒരു ഫോൾ വരാനാണ് സാധ്യത. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇവിടെ കിട്ടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നാളെ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.